മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. നല്ല മഞ്ഞ് രാവിലെ തന്നെ. ഞാൻ തലേദിവസമേ കുറച്ച് തുണികളൊക്കെ ഒന്ന് മെഷീനകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചൊന്ന് അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ച് ശേലൊക്കെ ഇടാം, എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ. തലേദിവസം ഞാൻ മെഷീനകത്ത് കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കാനായിട്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി അതൊന്നും വിരിച്ചിടുവാണ് കേട്ടോ ചെയ്യുന്നത്. രാത്രി തന്നെ എല്ലാം സെറ്റാക്കിയിട്ടിരുന്നു. രാവിലെ അതൊന്നും എടുത്ത് വിരിച്ചാൽ മതിയായിരുന്നു. രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. മുറ്റത്ത് നിന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ജലദോഷം ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ ഈ തണുപ്പൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പെട്ടെന്ന് തന്നെ ഞാനതൊന്ന് വിരിച്ചിടുവാണ്. നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണമല്ലോ. നൗഫിയ ലേബർ റൂമിൽ കയറ്റിയെന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു. 5 മണിയായപ്പോഴത്തേക്ക് നൗഫിയ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പെയിൻ ഉണ്ടാവാനുള്ള മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം അങ്ങ് അടുപ്പിലോട്ട് വെച്ചു. രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. മക്കൾക്കൊക്കെ കൊടുത്തിട്ടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് കൊടുക്കൽ നടക്കില്ലല്ലോ. പിന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് മാറി കേട്ടോ. ഇന്നലെ ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ട് പോയിരുന്ന ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അതൊന്ന് മാറിയിട്ട് വേറൊരെണ്ണം എടുത്തിട്ടിട്ട് കട്ടൻ ചായ തിളച്ചപ്പോഴത്തേക്ക് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വാപ്പായ്ക്ക് ഫുഡിനേക്കാളും ഏറ്റവും വേണ്ടത് കട്ടൻ ചായയാണ്. അന്നേരം ഞാനൊരു പാത്രം നിറച്ച് കട്ടൻ ചായ ഇട്ടൊരു ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം കട്ടൻ ചായ ഇട്ടു. ഇനി ഫ്ലാസ്ക് ഒന്ന് കഴുകുവാണ്. ഞാൻ മാറി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലാസ്കിൽ ആ കട്ടൻ ചായയൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കഴിക്കാനായിട്ട് വേറൊന്നുമല്ല, ഇടിയപ്പവും നമുക്ക് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ അതുമുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചിക്കൻ കറി ഇന്ന് ചൂടാക്കിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കട്ടൻ ചായ ഇടുന്നത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്ത് വെളിയിൽ വെച്ച് അത് ചൂടാക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഗ്യാസിലോട്ട് ചീനിച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നു. അപ്പോഴത്തേന് ഞാൻ ആ കറി എടുത്ത് ചൂടാക്കാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഇടിയപ്പം എല്ലാം സെറ്റാക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇച്ചിരി കടിഞ്ചായ കുടിക്കാം. നമ്മുടെ റിച്ചു എണീറ്റിട്ടുണ്ട്. നമ്മുടെ റിച്ചുവിനും വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തരാൻ മോനെ, ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാമെന്നും പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ കറിയും ചൂടാക്കാനും വെച്ച് ഇടിയപ്പം എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ മാറിച്ച് കട്ടൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കുന്നുണ്ടായിരുന്നു എന്തായെന്നറിയാൻ. അപ്ഡേഷന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മരുന്ന് ചെയ്തതേ ഉള്ളൂ, വേദന ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല, ഡെലിവറി പെട്ടെന്ന് തന്നെ നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8:30 ആയപ്പോഴത്തേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു വേദന സ്റ്റാർട്ടായിട്ടുണ്ട്, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് ചെല്ലണമെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക. മക്കൾ ഞാൻ പറഞ്ഞല്ലോ റിച്ചു എണീറ്റു, റൈഹാനെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട്. പിന്നെ അവർ പല്ല് തേച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇച്ചിരി കട്ടൻ ചായ കുടിക്കാൻ മാറിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി പെയിന് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഏത് നിമിഷവും കാണും, പെട്ടെന്ന് ചെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി മക്കളെ റെഡിയാക്കി ഞാനും റെഡിയാകാനായിട്ട് മക്കളെ രണ്ടാളെയും കുളിപ്പിച്ചു കേട്ടോ. ഞാനും കയറി കുളിച്ചിട്ടൊക്കെ വന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനിറങ്ങിയപ്പോഴത്തേക്കും വിളിക്കുന്നു നോർമൽ ഡെലിവറി നടക്കത്തില്ല, സെക്ഷനേ നടക്കത്തുള്ളൂ, കാരണം കുഞ്ഞ് മഷി ഇട്ടെന്ന്, അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണെന്നും പറഞ്ഞ് വിളിക്കുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കൈയും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു തോന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ നൗഫിയെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ. ഡെലിവറിക്ക് കയറ്റിയതല്ലേ, അവിടുന്ന് പിന്നെ സെക്ഷനിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഒന്ന് കാണിച്ചു തന്നു നൗഫിയെ. അപ്പോഴത്തേന് നൗഫിയും കരഞ്ഞു, നമ്മളവിടെ നിന്നവരെല്ലാം ഭയങ്കര കരച്ചിലായി. പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക, എന്ത് ടെൻഷനായിരുന്നെന്നറിയാം. ഒരു ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ മാറിയിരിക്കുകയാണ്. സെക്ഷന് കയറ്റിയിട്ടുണ്ട് നമ്മുടെ നൗഫിയെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു സെക്ഷൻ കഴിഞ്ഞു, അമ്മയും കുഞ്ഞും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ തരാൻ വേണ്ടി കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ വന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത്
പറഞ്ഞ് അങ്ങോട്ട് നീങ്ങി നിൽക്കും. കുഞ്ഞിനെ എന്തോ നമുക്ക് കയ്യിലോട്ട് തരാനായിട്ട് എന്തോ ക്ലീൻ ചെയ്യാനാന്ന് തോന്നുന്നു അകത്തോട്ട് കൊണ്ടുപോയി നമ്മുടെ കയ്യിലോട്ട് തന്നു കേട്ടോ നമ്മുടെ വാവേനെ. അപ്പോൾ നമ്മുടെ വാവേനെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടു. അപ്പം ദേ പെട്ടെന്ന് തന്നെ കുഞ്ഞിന് വാങ്ക് കൊടുത്തു കേട്ടോ. നമുക്കങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ കൈ കെട്ടി കഴിയുമ്പോൾ ഫസ്റ്റിലെ വാങ്കും ഇക്കാമത്തും കൊടുക്കും. പിന്നെ ആരാണോ തൊട്ട് കൊടുക്കുന്ന അവരാണ്. ഇപ്പം ഇവിടെ വാങ്കും ഇക്കാമത്തും കൊടുത്തത് നൗഫിയുടെ വാപ്പാണ്. പിന്നെ തൊട്ട് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ വാപ്പ തന്നെയാണ് കേട്ടോ. എൻ്റെ ബ്രദറാണ് കുഞ്ഞിന് തൊട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഷംസം വെള്ളമാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. അപ്പം എൻ്റെ വാപ്പയാണ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം ചുറ്റുമുണ്ട് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞാവെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പം അത് ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ എടുത്തത്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് മാറി തിരിഞ്ഞ് നമ്മുടെ കുഞ്ഞാവേനെ ഒന്ന് കൈമാറി. പിന്നെ കുഞ്ഞിൻ്റെ വാപ്പിയുടെ കയ്യിലൊന്ന് കൊടുത്തു. നമ്മുടെ നൗഫിയെ പുറത്തിറക്കിയിട്ടില്ല കേട്ടോ. അപ്പം എന്തുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് നമ്മൾ കുഞ്ഞ് വന്ന സന്തോഷത്തിൽ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ നൗഫിയെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൗഫിയെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറക്കി കേട്ടോ. പക്ഷേ നമ്മുടെ റൂമിലോട്ട് മാറ്റത്തില്ല, ഒബ്സർവേഷൻ റൂമിലോട്ടാണ് നൗഫിയെ മാറ്റുന്നത്. നാളെ നമ്മുടെ റൂമിലോട്ട് മാറ്റത്തുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മീൻ കറി ഉണ്ടാക്കി ഒരു തോരൻ വെക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. നമ്മൾ മാങ്ങ ഇട്ടൊരു അയലക്കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ വേണ്ട മെഴുക്ക് വരട്ടാൻ അടുപ്പിലിരിക്കുന്ന കേട്ടോ. വേണ്ട ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കേട്ടോ. അപ്പം നൗഫിയെ പുറത്ത് റൂമിലോട്ട് കൊണ്ടുവന്നിട്ടില്ല, അവർ ഒബ്സർവേഷൻ റൂമിൽ വെച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ നമുക്ക് തന്നിട്ടില്ല, NICയിൽ വെച്ചിരിക്കുകയാണ്. അവരെ തള്ളയും കുഞ്ഞിനെയും കൂടെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് റൂമിലോട്ട് കൊണ്ടുവരത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒന്നും ഫുഡൊന്നും വെക്കാതല്ലേ പോയത്. ഇപ്പം രാത്രിയിലത്തേക്കുള്ള ചോറും കറിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ ബൈ, സീ യു.